തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും രൂപവും മാറുകയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇനി വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നറിയപ്പെടും. VBG റാംജി എന്നാണ് ചുരുക്കപ്പേര്. 2005-ൽ UPA സർക്കാർ തുടങ്ങിവെച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ഈ പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകി. ഇതിൽ തൊഴിലാളികളുടെ വേതനത്തിന്റെ 100% കേന്ദ്രമാണ് വഹിച്ചിരുന്നത്. നൈപുണ്യമുള്ള തൊഴിലാളികളെ നിയമിക്കുന്നതിനും സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും വരുന്ന ചെലവിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് സംസ്ഥാന സർക്കാരുകൾ നൽകിയിരുന്നത്. എന്നാൽ ഇതെല്ലാം ഇനി മാറുകയാണ്. വേതനത്തിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കണം. ചെലവ് അധികമായാൽ ആ ബാധ്യതയും സംസ്ഥാനം നൽകണം. എന്നാൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% കേന്ദ്രം വഹിക്കും. വടക്ക് കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾ 10% നൽകിയാൽ മതി. ബാക്കി 90% കേന്ദ്രം നൽകും. പഴയ പദ്ധതിയിൽ 100 ദിവസങ്ങളായിരുന്നു തൊഴിൽ ദിനങ്ങൾ. തൊഴിലാളികൾക്ക് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും തൊഴിൽ നൽകാം. ഗ്രാമസഭകളും ഗ്രാമപഞ്ചായത്തുകളും തൊഴിൽ നിശ്ചയിക്കും. പുതിയ പദ്ധതിയിൽ 100 ദിവസത്തെ തൊഴിൽ എന്നത് 125 ദിവസമായി കൂട്ടിയിട്ടുണ്ട്. ജോലി ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ വേതനവും ലഭിക്കും. സമയപരിധിക്കുള്ളിൽ വേതനം നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം ലഭിക്കുമെന്നും പുതിയ ബില്ലിൽ പറയുന്നു. ദേശീയ അടിസ്ഥാന സൗകര്യ താൽപര്യങ്ങൾക്കനുസരിച്ച് PM ഗതി ശക്തിയുമായി ബന്ധപ്പെടുത്തിയാണ് ഇനി തൊഴിൽ നിശ്ചയിക്കുക. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ഉപജീവന അടിസ്ഥാന സൗകര്യം, ദുരന്ത പ്രതിരോധം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ച് ജോലി നൽകും. കാർഷിക സീസണുകളിൽ, അതായത് വിളവെടുപ്പ്, വിതയ്ക്കൽ സമയങ്ങളിൽ തൊഴിലാളികളെ കിട്ടാതായാൽ വർഷത്തിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് പണികൾ നിർത്തിവെക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതിയുണ്ടായിരിക്കും. ജലസംരക്ഷണത്തിനും കാലാവസ്ഥാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ മുൻഗണന നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഇനി ഉണ്ടാവുക. കുഴിയെടുപ്പ്, പുല്ലുവെട്ട് തുടങ്ങിയ ജോലികൾ ഇനി കാണില്ല എന്നർത്ഥം. സുതാര്യത ഉറപ്പാക്കാൻ ബയോമെട്രിക് ജിയോ ടാഗിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തും. പരാതി പരിഹാരത്തിനും പദ്ധതിയിൽ വ്യവസ്ഥയുണ്ട്. തട്ടിപ്പുകൾ തടയാൻ ആധാർ അധിഷ്ഠിത പേയ്മെന്റാണ് നടപ്പിലാക്കുക. പുതിയ പദ്ധതിയിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ 10,000 രൂപ വരെ പിഴയും ഈടാക്കുമത്രേ. എന്തായാലും തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തെ നിർധനരായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ എന്നതിലുപരി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിന് വഹിച്ച പങ്ക് നമുക്ക് വിസ്മരിക്കാനാകില്ല. ഇനിയത് കൂടുതൽ ശക്തിയോടെ വികസിത് ഭാരത് 2047 എന്ന കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാകട്ടെ.